അബ്ദുള്ള, ഇന്ത്യയുടെ സഹായമില്ലാതെ ബംഗ്ലാദേശിന് അതിജീവനം സാധ്യമാണോ? ആണോ? ആണ്. ആണോ? ഇന്ത്യനെ കണ്ടിട്ട് അപ്പം ബംഗ്ലാദേശ് മുമ്പോട്ട് പോകുന്നത് പല കാര്യങ്ങളിലും ബംഗ്ലാദേശ് വളരെ മുന്നിലാണ്. ഇടക്കാലത്തുണ്ടാകുന്ന പല തരത്തിലുള്ള പ്രകൃതി കൊടുങ്കാറ്റുകളും ഭീഷണികളും അതുകൊണ്ടുണ്ടാകുന്നതായ ചില തിരിച്ചടികൾ ഉണ്ടാകുന്നു എന്നത് ഒഴിച്ച് നിർത്തിയാൽ ബംഗാളികൾ ഒന്നാമത് അവർ മധ്യപ്രദേശത്ത് ഉടൻ വ്യാപിച്ച് കിടക്കുക. അവിടുത്തെ മിക്കവാറും എല്ലാ തൊഴിൽ മേഖലകളും അവരുടെ കയ്യിലാണ്. രണ്ട്, വളരെ കുറഞ്ഞ വേതനത്തിന് അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അവർ സമ്പന്നതയിലേക്ക്, അവരുടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലറിയാം, അവർ സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് മുന്നോട്ട് പോകാം. രണ്ടാമത്, നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞത് മതം എന്ന് പറയുന്നത് ഏകീകരണ ശക്തിയല്ല എന്നാണ്. ഭാഷ ഏകീകരിക്കും. അങ്ങനെയെങ്കിൽ രണ്ട് ഇതുണ്ടായത് എങ്ങനെ? പശ്ചിമ ബംഗാളും കിഴക്കൻ ബംഗാളും രണ്ട് രാജ്യമായത് എങ്ങനെ? ഇന്ത്യയുടെ കീഴിലുള്ളതായ ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞ രാജ്യമല്ലേ. അതുപോലെ തന്നെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് രണ്ടും ഒരേ ഭാഷയല്ലേ. എന്തുകൊണ്ട് അവരൊന്നാകുന്നില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആലോചിച്ചിട്ട് വേണ്ട ഇതൊക്കെ ചർച്ച ചെയ്യാൻ. മതത്തോടോ അല്ലെങ്കിൽ ഇസ്ലാമിനോടോ എന്തെങ്കിലും ഒരു വെറുപ്പുണ്ട് വിചാരിച്ച് എന്തെങ്കിലും വിളിച്ചു പറയാ. മതം എന്നത് ഏകീകരണ ശക്തിയാണ് എന്നതിന് ഇത്രയും കാലം ഒന്നിച്ച് നിൽക്കുന്നു എന്നത് തന്നെയാണല്ലോ. പലയിടങ്ങളിലും പല രാജ്യങ്ങളും ഒന്നിച്ച് നിൽക്കുന്ന മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ പറയാൻ കഴിയില്ല. ആ കാരണത്താലാണ് ഇസ്ലാമിനെ വേട്ടയാടുന്നതും. ഇസ്ലാം ഒരു ഏകീകരണ ശക്തിയാണെന്നുള്ളത് വളരെ വ്യക്തമായും എല്ലാവർക്കും അറിയാം. അതിൻ്റെ ശക്തി വളരെ പ്രകടമായി ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലേക്കൊക്കെ ഇപ്പോൾ മുസ്ലിങ്ങൾ ചെല്ലുമ്പോൾ അവരെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അവർക്ക് പൗരത്വം കൊടുക്കാതിരിക്കാൻ വേണ്ടിയും അവരെ തുരത്താൻ വേണ്ടിയും നാട് കടത്താൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഏകീകരിക്കപ്പെടുന്നു. പാകിസ്ഥാനിൽ വന്നവരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരും ഇന്ത്യയിൽ നിന്ന് വരുന്നവരും ഒക്കെ ഒന്നാവുകയാണ്. ശക്തി അതിലൊക്കെ വിശ്വാസമുള്ളവർക്ക്. പിന്നെ ഇവിടെ പോരത്തെ സംസാരിച്ച എന്തേ അല്ല, കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഒന്നിനും വിശ്വാസമില്ലാതെ ഒരു വട്ടം ഒരു പെണ്ണിട്ടി ഒന്നാമത് പെണ്ണിട്ടി അവള് വിശ്വാസമില്ല, രണ്ടാമത് കെട്ടി അതിന് വിശ്വാസമില്ല, മൂന്നാമതും കെട്ടി വിശ്വാസമില്ല, ഇപ്പൊ നാലാമതൊന്ന് കെട്ടീന്. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളെ കൂടെ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ഓർക്ക് ഭൂമിയിൽ ഒന്നിനും വിശ്വാസം ഉണ്ടാവില്ല. അന്ന് അവരുടെ വാചകങ്ങൾക്കൊന്നും മറുപടി പറയാന്ന് ഞാൻ തയ്യാറില്ല. ഓലെ എന്ത് ഇതിന്റെ ഇടയിൽ പറയില്ലടാ, പറഞ്ഞിട്ട് പറയും, പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും. എന്നോടല്ലേ പറയാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ പറയും ചെയ്യേ. മുഹമ്മദ് നബിയുടെ കഥ പറയാ എന്താ? മുഹമ്മദ് നബി കല്യാണം കഴിച്ചത് നമുക്ക് മാതൃകയാണ്. മുഹമ്മദ് നബി ആദ്യത്തെ കല്യാണം കഴിക്കുന്നത് അതിനിടെ സംസാരിക്കാമെങ്കിൽ ഞാൻ തോന്നി വിളിച്ചു പറയും. മനസ്സിലാക്കിക്കോ. ഞാൻ ഈ ചാനൽ ഉണ്ടായ കാലം മുതൽക്കുള്ള ചർച്ചയിൽ മുഹമ്മദ് നബി ആദ്യത്തെ കല്യാണം കഴിക്കുമ്പോൾ 2 ഓട്ടോറിക്ഷയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പുതുക്കത്തിന് വന്നത്. അതായത് 6 കുട്ടികൾ. 6 കുട്ടികളുള്ളത് നിങ്ങളാരെയും കല്യാണം കഴിക്കുമോ? നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ. 6 കുട്ടികളുടെ ഒരു മനുഷ്യൻ കല്യാണം കഴിക്കുമോ? രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ വേണ്ടാത്ത പറയും. പിന്നെ ആങ്കർ ഉണ്ടാത്ത എന്താ? ഉണ്ടാതിരിക്കുക. എന്ത് ചർച്ചയിലൊക്കെ വരുന്നത്? പ്രവാചകന് പറഞ്ഞിട്ടല്ലേ എം പി കല്യാണം കഴിച്ചതിനെ പറ്റി ഞാൻ കേട്ടല്ലോ. അവൻ പറഞ്ഞത് രണ്ടാമത് കല്യാണം കഴിക്കുന്നത് 68 വയസ്സുള്ള സ്ത്രീനാണ്. അവരവിടെ ഭർത്താവ് ഇത് അബ്സിനിലേക്ക് ഇഞ്ചറ പോയി. ആ സ്ത്രീ ഭർത്താവ് അവരെ ഒഴിവാക്കി. അപ്പോൾ അതിനെ കല്യാണം കഴിച്ചു. ഇങ്ങനെ അഭയം നൽകി കല്യാണം കഴിച്ചതിനെ ഞാൻ പരിഹസിക്കുന്നത്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? ഹോമിയോപ്പതി പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇസ്ലാം മനസ്സിലാവുക? ഒരു ഹോമിയോപ്പതി എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് പഠിച്ച ഡോക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുക. ഞാനാണ് കക്ഷി എന്താണെന്നുള്ളത് പറഞ്ഞത്. ഹോമിയോപ്പതി യൂസ് ചെയ്യുന്ന ഞാൻ പേരിട്ടു. കാരണം എന്നെ വിളിച്ചത് നേരത്തെ കേട്ടില്ലേ, സീറോ അബ്ദുള്ള എന്ന്. അപ്പൊ OB വിജയൻ ഇയാൾ വിളിക്കാൻ സീറോ വിജയ് എന്നാ വിളിക്കാം. ഇമാതിരൊക്കെ പറഞ്ഞ മറുപടി ഉണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നത് നിങ്ങൾ പറഞ്ഞ സംബന്ധങ്ങൾക്ക് കുറച്ചും കൂടി മര്യാദയിൽ എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് വിഷയം വളരെ ഗൗരവമായിട്ട് തോന്നുന്നുള്ളൂ. വേറെ എന്താ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പറയും, ഞാൻ പറയാം. എന്താ വേറെ ഏതാ വിഷയം? വേറെന്താ ഉള്ളത്? അല്ല, അപ്പോൾ എന്തായിരിക്കും ബംഗ്ലാദേശിന്റെ ഭാവി എന്തായിരിക്കും? ഇങ്ങനെ പോയാൽ ഇന്ത്യയെ വെറുപ്പിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? താങ്കൾ പറ്റുന്നാണ് പറയുന്നത്. ബംഗ്ലാദേശ്
ബംഗ്ലാദേശിൽ പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് ബംഗ്ലാദേശ്. മറ്റ് രാജ്യങ്ങളിലൊന്നും സംഭവിക്കാത്ത എന്നൊന്നും പറഞ്ഞുകൂടാ. അവിടെ ഇപ്പം നടന്ന കലാപത്തിൽ ഹിന്ദുക്കൾ കൂട്ടക്കലാപം നടത്തിയത് ശുദ്ധ കളവാണ്. BBC പരിശോധിച്ച ശേഷം ഞാൻ കാര്യം ഇരിക്കുന്നത്. അവിടെ ആകെ കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ എണ്ണം 9. 300 ചില്ലാനും ആളുകൾ മരിച്ചതിൽ ഇങ്ങനെ കള്ളം വിളിച്ചു പറയാതെ താങ്കൾക്ക് ഞാൻ അയച്ചു തരാം വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ അയച്ചു തരാം, കണക്കയച്ചു തരാം. താങ്കൾക്ക് BBC പറയുന്നതാണ് ഞാൻ അങ്ങോട്ട് വെക്കാം. ഇങ്ങനെ കള്ളം പടച്ചു വിടാതെ ആണ് ഇങ്ങനെ കള്ളം പടച്ചു വിടാതെ പിന്നെ താങ്കൾക്ക് ലേഖനം അങ്ങോട്ട് അയക്കാലോ. അല്ല നിങ്ങളെ പോലത്തെ ബംഗ്ലാദേശ് പോയി വരാൻ ഞാൻ തരാം പൈസ. ലേഖനം അങ്ങോട്ട് അയക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് ലേഖനം അയക്കുന്നില്ല? വലിയ സെറ്റപ്പൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ. അവിടെ വലിയ ജനസൈഡ് നടന്നിട്ട് അതിനെ ഇത്രയും ലാഘവത്തോടെയാണ് കാണുന്നത്. ഓ അബ്ദുള്ള, തീവ്രത എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പേടിക്കൂല കേട്ടോ. ബംഗ്ലാദേശിലാകെ 9 ഹിന്ദുക്കളെ കൊല്ലപ്പെട്ടുള്ളൂ എന്ന് പറയാൻ എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പറയുന്നത്? നേരത്തെ താങ്കളുടെ മകനോട് നിങ്ങൾക്ക് BBC മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനൊക്കെ അടിസ്ഥാനം ആധാരം. താങ്കളുടെ മകനും ഇതേ അഭിപ്രായമാണ് ഇവിടെ പറഞ്ഞിട്ട് പോയത്. BBC പറഞ്ഞാൽ എല്ലാമായോ? ഞങ്ങൾക്ക് ജനമുണ്ട്, ജനം എല്ലാം. അല്ല BBC യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയതല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ലേഖനം അങ്ങോട്ട് അയച്ചൂടാ? ഞാൻ അയക്കാം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ എന്താണ് വസ്തുതകൾ എന്ന് പഠിക്കാനെങ്കിലും ശ്രമിക്കുക. ഓ അബ്ദുള്ള, താങ്കൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ഈ BBC മാത്രം ഇങ്ങനെ ആശ്രയിക്കാതെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടി ഒന്ന് മനസ്സിലാക്കൂ. അത് പഠിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കൂ. ഓ അബ്ദുള്ള.